ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖത്തെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓയിലി സ്കിന്നുള്ളവരുടെ ഒരു വലിയ പ്രശ്നമാണ് എപ്പോഴും ഫേസ് ഓയിലി ആവുകയും പിമ്പിൾസും വൈറ്റ് ഹെഡ്സും വരികയും അതുപോലെ മേക്കപ്പ് ഒക്കെ ഇട്ടാലും പെട്ടെന്ന് ഒലിച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥ. മറ്റ് സ്കിൻ ടൈപ്പിലുള്ളവരെക്കാൾ കൂടുതൽ ഈ പ്രശ്നങ്ങളുള്ളത് ഓയിലി സ്കിന്നുകാർക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഫേസിലെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ എക്സസ് ആയിട്ടുള്ള ഓയിൽ വലിച്ചെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി അല്പം റോസ് വാട്ടറോ വെള്ളമോ ചേർത്ത് ഫേസിലിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് നമ്മുടെ ഫേസിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ വലിച്ചെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കറ്റാർവാഴ ജെല്ല് മുഖത്ത് തേക്കുന്നത് നല്ലതാണ്. കറ്റാർവാഴ ജെല്ല് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കറ്റാർവാഴയ്ക്ക് മുഖത്തെ എണ്ണമയം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആവുകയും ചെയ്യും. ഒരു ഐസ് ക്യൂബ് കോട്ടണിൽ പൊതിഞ്ഞ് മുഖത്ത് മസാജ് ചെയ്യുന്നതും മുഖത്തെ അമിത എണ്ണമയം കുറയ്ക്കും. അല്പം വെള്ളത്തിൽ ആപ്പിൾ സിഡർ വിനീഗർ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക. ഇതും മുഖത്തെ അമിത എണ്ണമയം കുറയ്ക്കാൻ നല്ലൊരു മാർഗമാണ്. മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും ഓയിലി സ്കിന്നുകാർക്കുള്ള പ്രോഡക്ട്സ് മാത്രം ഉപയോഗിക്കുക. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പ്രൈമർ ഇവയൊക്കെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു സൺസ്ക്രീനാണ് ലോട്ടസിൻ്റെ സൺസ്ക്രീൻ. ഇത് ജെൽ കൺസിസ്റ്റൻസിയിലുള്ള സൺസ്ക്രീനാണ്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈങ് മോയ്സ്ചറൈസർ. അലോവേര ജെല്ലും ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഗുഡ് വൈബ്സിൻ്റെ അലോവേര പ്ലസ് നീം ആക്നി കൺട്രോൾ ഹൈഡ്രേറ്റിംഗ് ജെല്ലും ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു പ്രൈമറാണ് എൻവൈബയുടെ പ്രൈമർ. ഇതിനും ഒരു ജെൽ കൺസിസ്റ്റൻസിയാണുള്ളത്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ടോണറാണ് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണർ. ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആഴ്ചയിൽ 1-2 തവണ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആകും. സ്ക്രബ് ചെയ്യുമ്പോൾ അരിപ്പൊടി വെച്ചിട്ടുള്ള സ്ക്രബ് ചെയ്യുക. അരിപ്പൊടി നമ്മുടെ ഫേസിലെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പഴുത്ത പപ്പായ അല്ലെങ്കിൽ തക്കാളി ഇവ മുഖത്ത് പായ്ക്കായി ഇട്ടതിന് ശേഷം കഴുകിക്കളയുക. പഴങ്ങൾ മുഖത്തെ എണ്ണമയം വലിച്ചെടുക്കും. മുഖത്ത് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിന് പകരം പയറുപൊടി കൊണ്ട് കഴുകുക. ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാതിരിക്കുക. ഇത് നമ്മുടെ മുഖത്തെ ഓയിൽ കുറയ്ക്കുകയല്ല, കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഓയിലി ഫുഡ്സ്, സ്വീറ്റ്സ്, ഐസ്ക്രീം ഒക്കെ കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ നട്ട്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഒരുപാട് വെയിൽ കൊള്ളാതെയും ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.